ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 1212 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 880 പേരാണ് രോഗമുക്തി നേടിയത്. 5 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കാസർഗോഡ് ചാലിങ്കൽ സ്വദേശി 53 വയസ്സുള്ള ഷംസുദ്ദീൻ, തിരുവനന്തപുരം മരിയാപുരം സ്വദേശി 50 വയസ്സുള്ള കനകരാജ്, എറണാകുളം അയ്യമ്പുഴയിലെ 77 വയസ്സുള്ള മറിയംകുട്ടി, ഇടുക്കിയിലെ 55 വയസ്സുള്ള അജിതൻ, അദ്ദേഹം പോലീസ് സബ് ഇൻസ്പെക്ടറാണ്, കഴിഞ്ഞ ദിവസം മരണമടഞ്ഞതാണ്. ഇന്നാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോട്ടയം കാരാപ്പുഴയിലെ 89 വയസ്സുള്ള ടി കെ വാസപ്പൻ, കാസർകോട്ടെ 65 വയസ്സുള്ള ആദംകുഞ്ഞി, ഇത്രയാളുകളാണ് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 1068 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതിൽ ഉറവിടമറിയാത്തത് 45 പേര്, വിദേശത്തു നിന്ന് വന്നവർ 51 പേര്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ 64, ഹെൽത്ത് വർക്കർമാർ 22. കഴിഞ്ഞ 24 മണിക്കൂറിനകം 28,664 പരിശോധനകൾ നടത്തി. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 266, മലപ്പുറം 261, എറണാകുളം 121, ആലപ്പുഴ 118, കോഴിക്കോട് 93, പാലക്കാട് 81, കോട്ടയം 76, കാസർഗോഡ് 68, ഇടുക്കി 42, കണ്ണൂർ 31, പത്തനംതിട്ട 19, തൃശ്ശൂർ 19, വയനാട് 12, കൊല്ലം 5. തിരുവനന്തപുരത്ത് തീരദേശ സോണുകളിൽ രോഗസാധ്യത കുറയുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവശ്യ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന എല്ലാ കടകൾക്കും രാവിലെ 7 മുതൽ വൈകിട്ട് 3 വരെ പ്രവർത്തിക്കാം. എറണാകുളം ജില്ലയിലെ പ്രധാന ക്ലസ്റ്ററായിരുന്ന ആലുവയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞു വരികയാണ്. പശ്ചിമ കൊച്ചി മേഖലയിൽ ആശങ്ക തുടരുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചെല്ലാനം മേഖലയിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയനാട് കാലവർഷത്തിൽ ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരോടും ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിനുള്ള നൂതന മാർഗങ്ങൾ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിമാർ തയ്യാറാക്കിയ പ്രതിരോധ മാർഗങ്ങൾ പരസ്പരം മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നടപ്പിലാക്കും. ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓൺലൈൻ ബിഹേവിയറൽ ട്രെയിനിങ് നൽകും.
കോവിഡിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉയർന്ന ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയാണ് സംഘടിപ്പിച്ചത്. കുടുംബാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വനിതകളുടെ സഹായം കൂടി ലഭ്യമാക്കുന്നുണ്ട്. മത്സ്യബന്ധന തുറമുഖങ്ങളിൽ നിന്നും മൊത്ത വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ മീൻ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് കോവിഡ് പരിശോധന നടത്തും. പരിശോധനയിൽ നെഗറ്റീവ് ആകുന്നവരാണ് മീൻ വിൽപ്പനയ്ക്ക് പോവുക. കോൺടാക്റ്റ് ട്രേസിങ്ങിനായി നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കോവിഡ് രോഗികളുടെ ഫോൺ വിളികൾ സംബന്ധിച്ച കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് ശേഖരിക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏജൻസികൾക്ക് ഈ രീതിയിലുള്ള വിവരശേഖരണം നടത്താൻ അനുമതിയുണ്ട്. പൊതുജനാരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് കേരളത്തിൽ CDR ശേഖരിച്ച് രോഗികളുടെ വിവരങ്ങൾ കണ്ടെത്തുന്നത്. ഏതാനും മാസങ്ങളായി ഈ മാർഗം നാം ഉപയോഗിക്കുന്നുണ്ട്. കോൺടാക്റ്റ് ട്രേസിങ്ങിനായുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണിത്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ മറ്റൊരാൾക്ക് കൈമാറുകയോ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ CDR ശേഖരിക്കുന്നത് രോഗികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വാദത്തിൽ കഴമ്പില്ല. പെട്ടിമുടിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമസംഘത്തിലെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആരിൽ നിന്നും രോഗമുണ്ടായെന്ന് കണ്ടെത്തിയിട്ടില്ല. റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്തവർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം CFLTCയിൽ ചികിത്സയിലാണ്. തുടർന്ന് ഇദ്ദേഹവുമായി ഹൈ റിസ്ക് കോണ്ടാക്റ്റുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള 26 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി. 12 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. 14 പേരുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ആർക്കും എവിടെ വെച്ച് വേണമോ കോവിഡ് ബാധിക്കാമെന്ന തെളിവാണ് പെട്ടിമുടിയിൽ മാധ്യമ ടീമിലെ ഒരംഗത്തിനുണ്ടായ കോവിഡ് ബാധ. ഇപ്പോൾ ആ ടീം ഉൾപ്പെടെ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും ഒന്നാകെ ക്വാറന്റൈനിൽ പോകേണ്ട അവസ്ഥയാണ് വന്നത്. ഇത് വളരെ നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകരോടും പൊതുപ്രവർത്തകരോടും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയതാണ്. നാം ഇപ്പോഴും കോവിഡിൽ നിന്ന് മുക്തരല്ല. അതുകൊണ്ട് തന്നെ വിവിധ പ്രദേശങ്ങളിൽ പോകുമ്പോൾ മതിയായ ആരോഗ്യ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ പ്രദേശത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ബന്ധുക്കളും വരുന്നുണ്ട്. പെട്ടിമുടിയിൽ സേവനമനുഷ്ഠിക്കുന്ന റെസ്ക്യൂ ടീമിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കോവിഡ് പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സംശയമുള്ള മാധ്യമപ്രവർത്തകർക്കും ഈ സേവനം ഉപയോഗിക്കാവുന്നതാണ്. ആലപ്പുഴയിൽ നിന്നും വന്ന ഒരു ഫയർഫോഴ്സ് ജീവനക്കാരന് സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവായി. അതിനെ തുടർന്നാണ്
പെട്ടിമുടിയിലെ പരിശോധനയും സർവൈലൻസും ശക്തമാക്കാൻ തീരുമാനിച്ചത്. ദുരിതമുഖത്ത് ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക മെഡിക്കൽ സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് NDRFലെ ഒരാൾക്ക് പോസിറ്റീവായി. ഒരു ഡോക്ടർ, 2 സ്റ്റാഫ് നഴ്സ്, 3 JHIമാർ എന്നിവർ റെസ്ക്യൂ ടീമിനോടൊപ്പം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഒരേ സമയം 5 പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി രാജമലയിലെ എസ്റ്റേറ്റ് ഡിസ്പെൻസറിയിൽ 5 ടേബിളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 5 ഡോക്ടർമാർ, 4 നഴ്സിംഗ് അസിസ്റ്റൻ്റ്, 4 JHIമാർ എന്നിവരാണ് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത്. ഇന്ന് കോവിഡ് സംബന്ധമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്നലെ കോവിഡ് റിക്കവറി റേറ്റുമായി ബന്ധപ്പെട്ട് എന്തോ തെറ്റായ കാര്യം ഞാൻ പറഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതായി അറിഞ്ഞു. തുടക്കത്തിൽ 3 ടെസ്റ്റുകൾ നെഗറ്റീവായതിനു ശേഷം മാത്രമേ ആളുകളെ വീട്ടിലേക്ക് അയച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ടെസ്റ്റ് നെഗറ്റീവായാൽ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുവെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. അദ്ദേഹം ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. കേസുകളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഡിസ്ചാർജ് പോളിസി കൊണ്ടുവന്ന കാര്യം ഈ പത്രസമ്മേളനത്തിൽ തന്നെ വിശദമായി ഞാൻ വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന കാര്യവും അന്ന് പറഞ്ഞിരുന്നു. ആ തീരുമാനമെടുത്തതിൻ്റെ രേഖകൾ എല്ലാവർക്കും ലഭ്യവുമാണ്. അപ്പോഴാണ് എന്തോ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ച മട്ടിൽ പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ മുന്നിലേക്ക് സർക്കാരിനെതിരെ ആക്ഷേപവുമായി വരുന്നത്. സംസ്ഥാനത്ത് തുടക്കത്തിൽ 2ഉം 3ഉം ചിലപ്പോൾ അതിലധികവും ടെസ്റ്റുകൾ നടത്തിയാണ് രോഗികളെ ഡിസ്ചാർജ് ചെയ്തിരുന്നത്. നമുക്കെല്ലാം ഓർമ്മയുള്ള ചില കേസുകളുണ്ടല്ലോ. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആറന്മുള സ്വദേശി 22 തവണയാണ് ടെസ്റ്റ് നടത്തിയത്. 3 തവണ നെഗറ്റീവായതിനു ശേഷമാണ് ഡിസ്ചാർജ് ചെയ്തത്. എല്ലാ മാധ്യമങ്ങളും ആ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെയും ആ കാര്യം പറഞ്ഞതാണ്. 41 ദിവസമാണ് അദ്ദേഹത്തെ നാം ആശുപത്രിയിൽ ചികിത്സിപ്പിച്ചത്. പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിനിയായ വീട്ടമ്മ കോവിഡ് മുക്തിയായി വീട്ടിലേക്ക് മടങ്ങിയത് 48 ദിവസങ്ങൾക്ക് ശേഷമാണ്. കേരളത്തിൻ്റെ റിക്കവറി റേറ്റ് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ തുടക്കം മുതലേ കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ മിക്കതിലും രോഗികളെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ കുറഞ്ഞാൽ റിക്കവറി രേഖപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവരാദ്യം തൊട്ടേ ചെയ്യുന്നത് അതാണ്. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്രയും കേസുകൾ കൂടിയിട്ടും ടെസ്റ്റ് റിസൾട്ട്
നെഗറ്റീവാകാതെ കേരളത്തിലൊരു രോഗിയെയും ഡിസ്ചാർജ് ചെയ്യുന്നില്ല. ഇത് ഇന്നലെ പത്രസമ്മേളനത്തിൽ വ്യക്തമായി ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നില്ല. എന്നാലത് കേൾക്കാത്ത മട്ടിൽ ഞാനിവിടെ എന്തോ നുണ പറഞ്ഞെന്നും പുതുതായി അദ്ദേഹം എന്തോ കണ്ടെത്തിയെന്നും വരുത്തി തീർക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. ഈ രാഷ്ട്രീയ കൗശലം പണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഫലിക്കുമായിരുന്നു. ഇന്നിപ്പോൾ സാങ്കേതികവിദ്യയുടെ ലഭ്യത എല്ലാവർക്കും ലഭിക്കുന്നതാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്ന തരത്തിൽ ലഭ്യവുമാണ്. മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഇതൊക്കെ അറിയാത്തത് ആരാണ് എന്ന്, ആർക്കാണ് അറിയാൻ കഴിയാത്തത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ടെസ്റ്റുകൾ നടത്തുന്നതിൽ പിന്നിലാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അത് ആവർത്തിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനക്കോ ICMRനോ ഇന്ത്യ ഗവൺമെൻറ്റിനോ ഈ മേഖലയിലെ വിദഗ്ധർക്കോ കേരളം ഇക്കാര്യത്തിൽ പിറകിലാണ് എന്ന അഭിപ്രായമില്ല. അവരൊക്കെ നോക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും ടെസ്റ്റ് പെർ മില്യൺ ബൈ കേസ് പെർ മില്യണും എന്ന മാനദണ്ഡങ്ങളാണ്. അവ നോക്കിയാൽ ഒരു ഘട്ടത്തിൽ ലോകത്തെ തന്നെ മികച്ച നിലയിലായിരുന്നു നമ്മുടെ കൊച്ചു കേരളം. ഇപ്പോൾ കേസുകളുടെ എണ്ണം കൂടി. എന്നിട്ടും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ തന്നെ നമ്മളുണ്ട്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റേതായ മറ്റെന്തോ രീതി ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഈ മേഖലയിലെ വിദഗ്ധർ സ്വീകരിക്കുന്ന ശാസ്ത്രീയ മാനദണ്ഡങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്? സമൂഹം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ പ്രതിരോധം ദുർബലപ്പെടുത്താനുള്ള ശ്രമം ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ മികച്ച ചികിത്സ നാം ഉറപ്പുവരുത്തുകയാണ്. ഇതിലും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തതയുണ്ട്. കനത്ത ഫീസ് ഈടാക്കിയാണ് മറ്റ് ജലയിടങ്ങളിൽ ചികിത്സ നടത്തുന്നത്. നാം ഇവിടെ സൗജന്യമായ ചികിത്സ തന്നെയാണ് നടത്തുന്നത്. അതിനൊന്നിനും ഒരു കുറവും നാം വരുത്തിയിട്ടില്ല. ഹൗസ് സർജൻസി കഴിഞ്ഞുള്ള ഡോക്ടർമാരെ കോവിഡ് പ്രതിരോധത്തിനായി നിയമിച്ചിരുന്നു. ഇവർക്ക് 42,000 രൂപ വെച്ച് പ്രതിമാസ വേതനം അനുവദിക്കുന്നതിന് 13,38,00,000 രൂപ അടിയന്തരമായി അനുവദിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്ത 8,355 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 15 പേർക്കെതിരെ
ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് മഴ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ഇപ്പോൾ നിലവിലില്ല. ഇടുക്കി, മൂന്നാർ പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ 3 മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. ഇതോടെ മരണം 55ആയി. ഇതിലൊന്ന് 12 വയസ്സുള്ള പെൺകുട്ടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. കോവിഡ് പ്രതിരോധ ഭാഗമായി പെട്ടിമുടി ദുരന്ത മേഖലയിൽ തെരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാനിറ്റൈസർ, മാസ്ക്, കയ്യുറ ഇവയെല്ലാം ആവശ്യാനുസരണം വിതരണം ചെയ്തു വരുന്നു. കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന മുഴുവൻ ഭാഗത്തും അഗ്നിശമന സേനയുടെ സഹായത്തോടെ അണുനശീകരണം യഥാസമയം നടത്തുന്നുണ്ട്. തെരച്ചിലേർപ്പെട്ടുള്ളവർക്ക് ആൻറ്റിജൻ ടെസ്റ്റും ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 146 കുടുംബങ്ങളിൽ 201 പുരുഷന്മാരും 186 സ്ത്രീകളും 47 കുട്ടികളുമായി 434 പേരാണ് ക്യാമ്പിലുള്ളത്. 36 വീടുകൾ തകർന്നു. 103 ദുരിതബാധിതരെ ക്യാമ്പുകളില്ലാതെ ബന്ധുഗൃഹങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് പൊതുവിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്താകെ 648 ക്യാമ്പുകളിലായി 25,350 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 324 നോൺ റെസിഡൻഷ്യൽ ക്യാമ്പുകളിൽ 22,920 കുടുംബങ്ങളിലെ 97,006 അംഗങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ജല കമ്മീഷൻ്റെ മുല്ലപ്പെരിയാർ ഉപസമിതി ഇന്നലെ മുല്ലപ്പെരിയാറിൽ പരിശോധന നടത്തി. അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലേറെ ആയതോടെയാണ് ഉപസമിതി അണക്കെട്ടിലെത്തിയത്. തേക്കടിയിൽ നിന്നും ബോട്ട് മാർഗം അണക്കെട്ടിലെത്തിയ സംഘം പ്രധാന അണക്കെട്ട്, ബേബി ഡാം, ഗാലറി ഇവിടങ്ങളിൽ പരിശോധന നടത്തി. സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി പരിശോധിക്കുകയും ചെയ്തു. കരിപ്പൂർ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ആശുപത്രികളിലായി 83 പേരാണ് ചികിത്സയിലുള്ളത്. 61 പേർ സുഖം പ്രാപിച്ചു വരുന്നു. 22 പേർ ഗുരുതരാവസ്ഥയിലാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ രക്ഷാപ്രവർത്തനത്തിനിടെ വിമാനയാത്രക്കാരുടെ ബാഗേജ് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഒരാളുടെ ചിത്രം പ്രചരിക്കുന്നുണ്ട്. ഇയാളെ എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തെന്നും സാധനങ്ങൾ പിടിച്ചെടുത്തെന്നുമാണ് വ്യാജ പ്രചരണം. രാഷ്ട്രീയ ശത്രുത തീർക്കുന്ന പ്രചാരണമാണ് ഉണ്ടായത്.
അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല. ഇത് വ്യാജ സന്ദേശമാണെന്ന് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ SHO വ്യക്തമാക്കി. KSEBയുടെ ലോഗോ ഉപയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനത്തെ പരിഹസിച്ചുകൊണ്ട് പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണെന്ന് കണ്ണൂർ ജില്ലാ KSEB വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇവ രണ്ടും തെറ്റിദ്ധാരണ പരത്തുന്ന വ്യാജ സന്ദേശങ്ങളാണെന്ന് PRDയുടെ ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ വാർത്തകളുടെ നിജസ്ഥിതി അറിയുന്നതിന് ജില്ലാ PRDകളുമായി പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കേരള സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾ സുഗമമാക്കൽ ആക്ട് 2019 ഇതിലൂടെ ഈ 9 മാസത്തിനുള്ളിൽ 2550 സംരംഭങ്ങൾക്ക് അംഗീകാര സർട്ടിഫിക്കറ്റ് ലഭ്യമായി. 2016-20 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ 5231 കോടി 5 ലക്ഷം രൂപയുടെ മൊത്ത നിക്ഷേപമാണുണ്ടായത്. 1,54,341 പേർക്ക് തൊഴിൽ നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. അനായാസമായി വ്യാപാരികൾക്ക് തുടക്കമിടാനാകുന്ന ഈ നിയമം കഴിഞ്ഞ വർഷം നവംബറിലാണ് പ്രാബല്യത്തിൽ വന്നത്. 10 കോടി രൂപ വരെ മുതൽ മുടക്കുള്ള സംരംഭം തുടങ്ങാൻ 3 വർഷത്തേക്ക് ഒരനുമതിയും വേണ്ട എന്നതാണ് കേരള സൂക്ഷ്മ ഇടത്തര ചെറുകിട സംരംഭങ്ങൾ സുഗമമാക്കൽ ആക്ട് 2019 എന്ന നിയമത്തിലെ വ്യവസ്ഥ. ആദ്യ 3 വർഷത്തേക്ക് വിവിധ നിയമങ്ങൾക്ക് കീഴിലുള്ള ലൈസൻസുകൾ, അനുമതികൾ, പെർമിറ്റ് എന്നിവയിൽ നിന്ന് ഒഴിവാകുന്നു. സ്വയം സാക്ഷ്യപത്രത്തെയാണ് 3 വർഷത്തേക്ക് ആധാരമാക്കുക. അതിൻ്റെ ഭാഗമായാണ് അനുമതി ലഭിക്കുക. ഇക്കാലയളവിൽ യാതൊരു പരിശോധനകളും ഉണ്ടാവില്ല. ഇതിനുശേഷം 6 മാസത്തിനുള്ളിൽ ലൈസൻസ് നേടണം. ചട്ടലംഘനത്തിനും വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ നൽകുന്നതിനും പിഴ ഈടാക്കും. ദേശീയ തലത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ശക്തമായ മേഖലയായി ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് കേരളം 2019 ഈ നിയമം പാസാക്കിയത്. കാർഷിക മേഖല കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വളരെ കുറച്ച് മൂലധനം ആവശ്യമായ മേഖലയാണിത്. ഗ്രാമീണ പിന്നോക്ക പ്രദേശങ്ങളെ വ്യാവസായികവൽക്കരണത്തിലേക്ക് നയിക്കുന്ന ഈ മേഖലയുടെ പ്രാദേശിക അസന്തുലിതാവസ്ഥ കുറച്ച് വരുമാനം, സമ്പത്ത് എന്നിവയുടെ തുല്യ വിതരണം ഉറപ്പാക്കാനാകും. ഇതുകൂടാതെ ഇവ വൻകിട വ്യവസായങ്ങൾക്ക് പൂരകവുമാണ്. മികച്ച ഉപഭോഗ-അടിത്തറയും ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വലിയ വിപണിയും ഇത്തരം സംരംഭങ്ങളുടെ ആവശ്യകതയാണ് ഉയർത്തിക്കാട്ടുന്നത്. കോവിഡ് മൂലമുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്
ചെറുകിട ഇടത്തര സൂക്ഷ്മ വ്യവസായ മേഖല ശക്തിപ്പെടുത്തുന്നതിനാണ്. ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ള ഒന്നാണ് കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിച്ച 12 ഇനങ്ങളിൽ ഒന്നായ പച്ചക്കറി കൃഷിയുടെ വൻതോതിലുള്ള വളർച്ചയ്ക്കുതകുന്ന മഴമറയുടെ റെയിൻ ഷെൽട്ടർ വ്യാപനം. ഇത് കൃഷിക്കാർ 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്നാണ് കാണുന്നത്. പൂർണ്ണമായ മഴമറകൾ, റെയിൻ ഷെൽട്ടറുകൾ 440 42,535 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് കൃഷി നടത്തുകയാണത്. ഈ സ്ഥലത്ത് ഈ മാസം അവസാനത്തോടെ പദ്ധതി ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. ഏകദേശം 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 1076 മഴമറകൾ സ്ഥാപിച്ച് കൃഷി നടത്താനാണ് പോകുന്നത്. 1000 ലക്ഷ്യം, 1076 ഇപ്പോൾ സ്ഥാപിക്കാനാവും. മഴമറയിൽ വർഷം മുഴുവൻ പച്ചക്കറി കൃഷി ചെയ്യാൻ സാധിക്കും. ഇവ സ്ഥാപിക്കുന്നതിന് 75% വരെ സബ്സിഡി, പരമാവധി 50,000 രൂപ വരെ സർക്കാർ നൽകുന്നുമുണ്ട്. എറണാകുളം നഗരത്തിൽ നടപ്പാക്കുന്ന സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ പുരോഗതി ഇന്ന് വിലയിരുത്തുകയുണ്ടായി. ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് കമ്പനിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടിയത്. പദ്ധതി പൂർത്തിയാക്കാൻ സഹായകരമായ ക്രമീകരണം അവർ ഏർപ്പെടുത്തണം. ഇന്ന് ഉള്ള ടീമിന് പകരം പുതിയ ടീമിനെ വേണമെങ്കിൽ ഏർപ്പെടുത്തി പ്രവർത്തനം ഊർജിതമാക്കാൻ ശ്രമിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ഇത് നാടിനാകെ ഉപകാരപ്രദമായ കാര്യമാണ്. കാരണം ഒരു വീട്ടിൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ 30% ഇന്ധന ചെലവിൽ കുറവാണ് വരിക. മാത്രമല്ല സ്ഥിരമായി ഗ്യാസ് ലഭ്യമാവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണ സംവിധാനം ആവശ്യമായ എല്ലാ സഹായവും നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉയർന്നു വരുന്ന പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ഇടപെടൽ വേണം. ചിലപ്പോൾ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ ഉണ്ടാക്കാനാണ് ധാരണയായിട്ടുള്ളത്. എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി തന്നെ റോഡ് വെട്ടിപ്പൊളിക്കേണ്ടി വന്നാൽ അത് പുനഃസ്ഥാപിക്കുന്ന കാര്യം, പൂർവ്വസ്ഥിതിയിലാക്കുന്ന കാര്യം രേഖപ്രകാരം ഉറപ്പുവരുത്തും. അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്ക് അതോടെ പരിഹാരം കാണാനാകും. അപ്പോൾ സമയബന്ധിതമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാനാവണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ യോഗത്തിൽ വന്നൊരു കാര്യം, 14,450 കണക്ഷനുകൾ നൽകുന്നതിന് ഇപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡിലൂടെയുള്ള പൈപ്പ് ലൈൻ പൂർത്തിയായാൽ ഉടനെ ഈ കണക്ഷൻ നൽകാനാവും.
ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മാസം തോറും ഇതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് റിവ്യൂ നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്ക് ആഗസ്റ്റ് 17 മുതൽ കാലിത്തീറ്റ ചാക്കൊന്നിന് 400 രൂപ സബ്സിഡി നിരക്കിൽ നൽകാൻ തീരുമാനിച്ചു. ഏപ്രിൽ മാസം അളന്ന പാലിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി 5 ചാക്ക് കാലിത്തീറ്റ ഒരു കർഷകന് എന്ന നിലയിൽ 2,95,000 ചാക്ക് കാലിത്തീറ്റ വിതരണം ചെയ്യും. 1,11,914 ക്ഷീരകർഷകരിൽ നിന്നും കിസാൻ ക്രെഡിറ്റ് കാർഡിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കും. അതിൽ 95,815 അപേക്ഷകൾ വിവിധ ബാങ്കുകളിൽ എത്തിക്കുകയും ചെയ്തു. 13,869 കർഷകർക്ക് ഇതുവരെ 88,20,00,000 രൂപ കുറഞ്ഞ പലിശക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ ബാങ്കുകൾ മുഖേന അനുവദിച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് പാൽ സംഭരണ വിപണന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ക്ഷീരസംഘം ജീവനക്കാർക്ക് കോവിഡ് ബാധിക്കുന്ന സാഹചര്യമുണ്ടായാൽ അടിയന്തര സഹായമായി 10,000 രൂപ ക്ഷീരവികസന വകുപ്പ് ലഭ്യമാക്കും. ക്ഷീരസംഘങ്ങളിലൂടെ സർക്കാർ ധനസഹായത്തോടുകൂടി 8,500 ടൺ വൈക്കോലും പച്ചപ്പുല്ലും വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുമുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. 14ാം കേരള നിയമസഭയുടെ 20ാം സമ്മേളനം ആഗസ്റ്റ് 24 വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. ദേശീയ പട്ടികജാതി ധനകാര്യ വികസന കോർപ്പറേഷനുള്ള കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ സർക്കാർ ഗ്യാരണ്ടി തുക 30 കോടിയിൽ നിന്നും 100 കോടിയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. കിൻഫ്രയുടെ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ 1,800 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്പെഷ്യൽ ഡെപ്യൂട്ടി കലക്ടറുടെ യൂണിറ്റും സ്പെഷ്യൽ തഹസിൽദാർ യൂണിറ്റും താൽക്കാലികമായി രൂപീകരിക്കും. ഈ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതിയുടെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള ചുമതല കിൻഫ്രക്കാണ്. അതിനുള്ള സ്പെഷ്യൽ യൂണിറ്റാണ് രൂപീകരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2019-2020 വർഷത്തെ ബോണസ് നൽകുന്നതിനുള്ള മാർഗരേഖ പുറപ്പെടുവിച്ചു. കഴിഞ്ഞ തവണ നൽകിയ ബോണസ് തുകയിൽ അധികരിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് അംഗീകരിച്ചത്. നെടുമ്പാശ്ശേരി, കരിപ്പൂർ എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നും ആഭ്യന്തര സർവീസ് നടത്തുന്ന എല്ലാ വിമാനങ്ങൾക്കും ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന്മേലുള്ള നികുതി നിരക്ക് 5% നിന്ന് 1% 10 വർഷത്തേക്ക് കുറക്കാൻ തീരുമാനിച്ചു. ചില സഹായങ്ങളുടെ കാര്യമാണ്. KPM ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിനെല്ലൂർ PTA യും സ്കൂൾ സംരക്ഷണ സമിതിയും ചേർന്ന്
ഓൺലൈൻ പഠന സഹായമായി 32 TV, 11 ടാബ്ലറ്റ് കമ്പ്യൂട്ടർ, 11 മൊബൈൽ ഫോൺ എന്നിവ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾക്കായി ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവർ ചേർന്ന് ജില്ലയിലെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻറ്റുമാരിൽ നിന്ന് സംഭാവനയായി സ്വീകരിച്ച 2,58,000 രൂപയുടെ കിടക്കകൾ കൈമാറി. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായമാണ്. നിലമ്പൂരിലുള്ള PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്ന് 2,25,000 രൂപ. പെരിഞ്ഞനം വെസ്റ്റ് റെഡ് സ്റ്റാർ കൂട്ടായ്മ കയ്പമംഗലം 85,000 രൂപ. AIYF അങ്കമാലി മണ്ഡലം കമ്മിറ്റി 77,000 രൂപ. CPIM ചെറുവത്തൂർ ഈസ്റ്റ് ലോക്കലിലെ ബ്രാഞ്ചുകൾ ചേർന്ന് 61,000 രൂപ. NREG വർക്കേഴ്സ് യൂണിയൻ കയ്യൂർ ചീമേനി പഞ്ചായത്ത് 52,000 രൂപ. ആർമി സർവീസിൽ നിന്ന് വിരമിച്ച കോട്ടയം സ്വദേശി റിട്ടയേർഡ് സുബേദാർ മേജർ ബെന്നി തോമസ് 50,000 രൂപ. ചമ്പാട് തോട്ടുമ്മൽ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 43,500 രൂപ. മത്തായി ചാക്കോ പഠനകേന്ദ്രം വള്ളിയാട് 32,960 രൂപ. തൃക്കരിപ്പൂർ ചെറുകാനത്ത് P. ശ്രീധരനും ഭാര്യ സുശീലയും ചേർന്ന് പെൻഷൻ തുക 55,000 രൂപ. തൃക്കരിപ്പൂർ വടക്കേക്കോവൽ T. നാരായണനും ഭാര്യ നന്ദിനിയും ചേർന്ന് പെൻഷൻ തുക 53,842 രൂപ. കൊടക്കാട് പൊള്ളപ്പൊയിൽ P. രാമേന്ദ്രൻ മാസ്റ്റർ പെൻഷൻ തുക 41,145 രൂപ. മേക്കുന്ന് പാറേമ്മൽ സഖാക്കൾ 23,827 രൂപ. ചെമ്പഴന്തി കല്യാറ വിദ്യയിൽ അന്തരിച്ച സരോജിനി രാഘവൻ്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ 25,000 രൂപ. നീലേശ്വരം പടിഞ്ഞാറ്റൻകോവൽ നവജ്യോതി ക്ലബ്ബ് 25,100 രൂപ. കയ്യൂർ ആലന്തട്ട ജനശക്തി സാംസ്കാരിക വേദി 25,000 രൂപ. അനാമി SR നെടുമങ്ങാട് 5ാം പിറന്നാൾ ദിനത്തിൽ 5,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. അവസാന സമയം കിട്ടാത്തതാണ് ആദ്യം പേര് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ഈ CPM നേരത്തെ ആൾക്കാരെ നേരിട്ട് കൊല്ലുകയായിരുന്നു, ഇപ്പോൾ സൈബർ സ്പേസിലൂടെയാണ് ചിത്രവധം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമുണ്ട്. നേരത്തെയും പലതവണ ഈ ആരോപണം ഉന്നയിച്ചാണ്, മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ആ കാര്യത്തിൽ തന്നെ തുടങ്ങണോ? ഇവിടെ നമുക്കിപ്പോൾ നമ്മൾ പറയുന്ന പൊതുവിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടങ്ങ് നിൽക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. പക്ഷേ ഇതിങ്ങനെ വല്ലാതെ തുടരണമെന്ന് നാട്ടുകാരും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നാടിന് പൊതുവിൽ ഈ വിവരങ്ങൾ അറിയാനുള്ള താല്പര്യമാണ്. രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാലവർഷക്കെടുതി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിലാണ് താല്പര്യം. ചിലർക്ക് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വിവാദങ്ങളും ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന് എൻ്റെ ഭാഗത്തുള്ള പ്രതികരണവും 2-3 ദിവസമായി ഞാൻ നടത്തിക്കഴിഞ്ഞു. ഇതെല്ലാ ദിവസവും ഈ തരത്തിലുള്ള ചോദ്യങ്ങളും പ്രതികരണവും തന്നെ വേണോ എന്നത് നാം പൊതുവിൽ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ എതിരാളികളെ കൊല്ലുന്ന കാര്യം പറയുമ്പോൾ അതാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിൽ ചെറിയ സമയം പോരാ അത് പറഞ്ഞു തുടങ്ങിയാൽ. കാരണം മൊയാരത്ത് ശങ്കരൻ മുതലുള്ള
സംഭവങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കേണ്ടതായിട്ട് വരും. ഏതായാലും അത് വളരെ ദീർഘമാണ് എന്നുള്ളതുകൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ അടുത്ത കാലത്ത് വലിയ കാലമായില്ല, ഈ തൃശ്ശൂരിലെ മധു, ലാൽജി, ഹനീഫ, ആ 3 പേരും കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നല്ലോ. പ്രതിപക്ഷ നേതാവ് ആ പേരുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ പറയുന്നുണ്ടോ? എന്താണത്? മറന്നുപോയതാണോ? അത് എങ്ങനെ നടന്ന കൊലകളാണ് എന്നുള്ളതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ പറയുന്നത് CPM ഗുണ്ടകളുടെ സൈബർ വധം. അതിൽ നേരത്തെ തന്നെ സൈബറിൻ്റെ കാര്യത്തിലുള്ള നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാൾക്കുമെതിരെ വ്യക്തിപരമായ ഒരാക്രമണവും ഉണ്ടാകരുത് എന്നത് തന്നെയാണ് വ്യക്തമായ നിലപാട്. അത് സൈബർ സ്പേസിലായാലും മീഡിയ സ്പേസിലായാലും ഈ നിലപാട് തന്നെയാണ്. ഇത് ഇപ്പോഴുള്ളത് മാത്രമല്ല, എല്ലാ കാലത്തും ഈ നിലപാട് തന്നെയാണുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുൻപുള്ള കാര്യങ്ങൾ എടുത്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ. ഇപ്പോൾ സൈബർ ആക്രമണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു വശം മാത്രം എടുത്താൽ പോരാല്ലോ, എല്ലാ വശവും നമ്മൾ കാണണ്ടേ. ഇപ്പോൾ ശൈലജ ടീച്ചർ നമ്മുടെ സംസ്ഥാനത്ത് തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിർവഹിക്കാൻ ശ്രമിക്കുന്നൊരു മന്ത്രിയാണ്. പൊതുസമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട് നല്ല അഭിപ്രായമുണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ എന്തൊരു അസഹിഷ്ണുതയായിരുന്നു ചിലർക്ക്. ശൈലജ ടീച്ചറെ ഡാൻസർ എന്ന് വിളിച്ചത് ആരായിരുന്നു? അത് ചെറിയ സ്ഥാനത്തിരിക്കുന്നയാളല്ലോ. KPCC പ്രസിഡന്റ് പദവി എന്നത് ചെറിയ സ്ഥാനമാണോ? അതേപോലെ തന്നെ ടീച്ചർക്ക് മീഡിയ മാനിയാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? പ്രതിപക്ഷ നേതാവല്ലേ. സോഷ്യൽ മീഡിയയിൽ ശൈലജ ടീച്ചറെ അവമാനിക്കാനും മോർഫ് ചെയ്യാനുമായി UDFൻ്റെ സൈബർ ടീമുകൾ ഫേസ്ബുക്കിൽ ഗ്രൂപ്പുണ്ടാക്കിയില്ലേ? അത്യന്തം മോശമായ പോസ്റ്റുകൾ ചിത്രങ്ങളായി പ്രദർശിപ്പിച്ചില്ലേ? ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് മേഴ്സിക്കുട്ടിയമ്മ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഭീകരമായ സൈബർ തെറിവിളികൾക്ക് ഇരയായത്. എങ്ങനെയായിരുന്നത്? അസഭ്യവർഷം കൊണ്ടല്ലേ മേഴ്സിക്കുട്ടിയമ്മയെ നേരിട്ടത്. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ, നമ്മുടെ സമൂഹം സാധാരണഗതിയിൽ നല്ലതുപോലെ ആദരിക്കുന്ന എഴുത്തുകാരനാണല്ലോ അദ്ദേഹം. അദ്ദേഹം സൈബർ ആക്രമണത്തിനിരയായില്ലേ? അസഭ്യമായ വാക്കുകളല്ലേ ആ എഴുത്തുകാരനെതിരെയും പ്രയോഗിക്കപ്പെട്ടത്? അതിന് നേതൃത്വം നൽകിയതോ കോൺഗ്രസ്സിലെ ഒരു യുവ MLA. കുറച്ച് നാളുകൾക്ക് മുൻപാണ് എഴുത്തുകാരി KR മീരയെ സോഷ്യൽ മീഡിയയിൽ ഒരു യുവ കോൺഗ്രസ് MLA അധിക്ഷേപിച്ചത്. അതിനുശേഷം തൻ്റെ കീഴിലുള്ള സൈബർ ടീമിന്
തെറി വിളിക്കാൻ പ്രോത്സാഹനവും നൽകി. അങ്ങേയറ്റം നിലവാരമില്ലാതെയായിരുന്നില്ലേ ആ MLA അന്ന് മീരയെ ആക്ഷേപിച്ചത്? അധിക്ഷേപം നടത്തിയ MLA ഇതിനു മുൻപും ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിരുന്നില്ലേ? AKG ലോകം തന്നെ ആദരിക്കുന്ന നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹത്തെ അധിക്ഷേപിക്കുക മാത്രമല്ല, തൻ്റെ സംഘങ്ങൾക്ക് AKG ആക്രമിക്കാൻ പ്രോത്സാഹനം നൽകുന്നത് നമ്മൾ കണ്ടില്ലേ? ഇപ്പോഴും ആ ആക്രമണം തുടർന്നില്ലേ? അന്നൊരു പ്രത്യേകതയുണ്ടായി. ആ നടപടിയെ KPCC പ്രസിഡന്റ് വിമർശിച്ചു. അപ്പോൾ ആ പ്രസിഡന്റിന് ഇദ്ദേഹത്തിൻ്റെ അണികളിൽ നിന്നും നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം എങ്ങനെയുണ്ടായിരുന്നു? ഫേസ്ബുക്കിൽ കേട്ടാലിറക്കുന്ന അസഭ്യവർഷം നടത്തിയതിനാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ ഒരു വനിത ഈ അടുത്ത് കേസ് നൽകിയത്. ഇവിടെ തെറിയഭിഷേകം നടത്തിയ അതേ ദിവസം തന്നെ മറ്റൊരു യുവ നേതാവ്, കോൺഗ്രസ് MLA, ന്യായീകരിക്കാനിറങ്ങി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അസഭ്യം പറഞ്ഞത് നാം കണ്ടില്ലേ? പോസ്റ്റിൽ കമൻറ്റിട്ട സ്ത്രീകളെ അടക്കം അതിന് മറുപടി എന്നോണം അസഭ്യം പറഞ്ഞില്ലേ? ആ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹനാൻ എന്ന പെൺകുട്ടി മേഴ്സിക്കുട്ടി അമ്മയും മീരയുമൊക്കെ നേരിട്ടതിനേക്കാൾ അതിഭീകരമായ അശ്ലീലം പറഞ്ഞുള്ള തെറിവിളികൾക്ക് വിധേയയായത്. പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചു എന്നതാണ് ചാർത്തപ്പെട്ട കുറ്റം. എങ്ങനെയായിരുന്നു? പ്രതിപക്ഷ നേതാവ് പണിതു തന്ന വീട്ടിലിരുന്ന് അതേ ആളെ വിമർശിക്കാൻ നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് പുരോഗമിച്ചാണ് അശ്ലീലതയിലേക്ക് നീണ്ടത്. പിന്നെ അതിൻ്റെ ഒരു പ്രവാഹമായിരുന്നു. നമ്മളെ നാടും രാജ്യവും ലോകവും ഈ നെപ്പയെ തുരത്തുന്നതിന് നാം നടത്തിയ പ്രവർത്തനത്തിനിടക്ക് ജീവൻ ത്യജിച്ച ലിനിയെ ഓർക്കാറുണ്ടല്ലോ, സിസ്റ്റർ ലിനി. അവരുടെ കുടുംബത്തെ സോഷ്യൽ മീഡിയയിലും പുറത്തും വേട്ടയാടാനുള്ള ശ്രമം നടന്നത് നമ്മൾ മറന്നുപോയോ? ലിനിയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാർച്ച് നടത്തിയില്ലേ? ആരോഗ്യപ്രവർത്തകരെ ആക്രമിക്കുന്നതും നാം കണ്ടില്ലേ? കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കുകയും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിയ പ്രതിപക്ഷത്തെ വിമർശിക്കുകയും ചെയ്തായിരുന്നു. കാരണം എന്താണ് മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ? ഇപ്പം News 18-ലെ ഒരവതാരകയെ എന്തുമാത്രം കേട്ടാൽ അറക്കുന്ന അധിക്ഷേപമാണ് ഇക്കൂട്ടർ നടത്തിയത്. ഒടുവിൽ ചാനലിനെതിരെയും ഭീഷണി വന്നു. അപ്പോൾ
ആ അവതാരകയെ പ്രൈം ടൈം ന്യൂസിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായില്ലേ? ഏഷ്യാനെറ്റിലെ ഒരവതാരക നേരിട്ടത് എന്തായിരുന്നു? ഒരു കോൺഗ്രസ് പേജിൽ അവർക്കെതിരെ വാർത്ത വന്നില്ലേ? ഭീഷണി മുഴക്കിയില്ലേ? ചിലരെ ഇതിൻ്റെ ഭാഗമായി ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരെ ജയിലിൽ പോയി സ്വീകരിച്ചത് നമ്മൾ കണ്ടില്ലേ? മനോരമയിലെ ഒരവതാരികയ്ക്കെതിരെയും ഉണ്ടായില്ലേ കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങൾ? അന്ന് പലർക്കും പ്രയാസം തോന്നിയല്ലോ. കാരണം എത്ര മാധ്യമങ്ങളാണ് അതിനെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറായത്? ഏത് കൂട്ടരാണ് അതിനെതിരെ ചർച്ച നടത്താൻ തയ്യാറായത്? അപ്പോൾ ആ ഒരു വശം, ആ ഒരു ഇരട്ടത്താപ്പിൻ്റെ വശം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ നാം കാണേണ്ടത് ഇങ്ങനെ അസഭ്യവർഷത്തിൽ പൂണ്ട് വിളയാടുന്നവരാണ് പ്രതിപക്ഷ പാർട്ടിയുടെ അണികൾ. പ്രതിപക്ഷ നേതാവ് സ്വന്തം അണികളോട് പറഞ്ഞില്ലെങ്കിലും, ഞാൻ ആവർത്തിക്കുകയാണ്, സ്വന്തം അണികളോട് പറഞ്ഞില്ലെങ്കിലും സ്വന്തം പാർട്ടിയിലെ ജനപ്രതിനിധികളോടെങ്കിലും മാന്യമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ പറയണം. ഇവിടെ വാർത്തകളുടെ കാര്യങ്ങളിലേക്ക് പോയാൽ ഏതെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് പറയാൻ പറ്റുക? ഇപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ പ്രതിയേർക്കപ്പെട്ട സന്ദീപ്, അദ്ദേഹം CPM പ്രവർത്തകനാണെന്ന് ആദ്യമായി വാർത്ത നൽകിയത് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ മാധ്യമമല്ലേ? അയാൾ ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത് എന്ന് എല്ലാവരും കണ്ടില്ലേ? ഓർമ്മയില്ലേ? ഒരു ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ കക്ഷത്തിലേക്ക് ക്യാമറ സൂം ചെയ്ത് ഏലസ് കണ്ടുപിടിച്ചത്, അത് വാർത്തയാക്കിയത്. അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കൂ. ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് ശരീരത്തിലുള്ളതിനെയാണല്ലോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് മാന്ത്രിക ഏലസാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമം നടന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഒരു കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ മുടി CPM പ്രവർത്തകർ മുറിച്ചു എന്ന വാർത്ത ഒന്നാം പേജിലിട്ടത്. പിന്നെ എന്താ ബോധ്യപ്പെട്ടത്? അവർ സ്വയം മുടി മുറിച്ചതാണ്. തിരുത്തിയോ? മാപ്പ് പറഞ്ഞോ? കഴിഞ്ഞ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്നല്ലേ കേവിൻ വധക്കേസിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് പങ്കെന്ന് രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വിളിച്ചു പറഞ്ഞത്? ഒടുക്കം എന്തായി? കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് മത്സരത്തിൻ്റെ പേരിൽ ഉടലെടുത്ത ISRO ചാരക്കേസ്, അതിൽ നമ്പി നാരായണൻ എന്ന പ്രമുഖ ശാസ്ത്രജ്ഞനെ വേട്ടയാടിയത്, കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ട കോടതി സർക്കാരിനോട് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇന്നലെ ഒരു മാധ്യമത്തിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും. സമയം കഴിയാനാകുന്നു. ഞാൻ കൂടുതലായി കടക്കുന്നില്ല, കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ കാര്യം കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നതല്ല നല്ലത്.
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഘട്ടത്തിൽ യോജിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ അതെന്താണ് എന്നത് പൊതുവിൽ പറഞ്ഞുകൊണ്ട് നിർത്താം. അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുന്ന നിലയും സ്വീകരിക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും നൽകാം. അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് നിർത്താം.